നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് 2 ചിത്രങ്ങളാണ്. 2 പൂക്കളുടെ ചിത്രങ്ങളാണ് നിങ്ങൾക്ക് അതിനായിട്ട് നൽകിയിരിക്കുന്നത്. ഒന്നാമത്തേത് പിങ്ക് നിറത്തിലുള്ള റോസാപ്പൂവും രണ്ടാമത്തേത് മഞ്ഞ നിറത്തിലുള്ള റോസാപ്പൂവുമാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ 2 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ അതായത് പിങ്ക് നിറത്തിലുള്ള റോസാപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുടെയും ഒരുപാട് കഷ്ടതകളിലൂടെയും ഒക്കെ കടന്നുപോയ വ്യക്തികളാണ് നിങ്ങൾ. കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളാകട്ടെ കഷ്ടതകളാകട്ടെ ഒന്നും തന്നെ നിങ്ങൾക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നില്ല. അത്രത്തോളം മനോവിഷമവും വേദനയും ഭാരങ്ങളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു വരുന്ന കുറച്ചധികം പ്രയാസങ്ങളുണ്ട്, കുറച്ചധികം വെല്ലുവിളികളുണ്ട്. ഇതൊക്കെ എങ്ങനെ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക, അതുപോലെ തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു ഘടകം എന്ന് പറയുന്നത്. നിങ്ങളെ താഴ്ത്താനും അതുപോലെ തന്നെ നിങ്ങളെ ഉയർച്ചകളിൽ നിന്നൊക്കെ തള്ളി താഴെയിടുവാനും കാത്തിരിക്കുന്ന ബന്ധുക്കളാകട്ടെ, നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ഇവർക്കൊക്കെ മധ്യയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ആർക്കും നിങ്ങളുടെ വേദനകളോ നിങ്ങളുടെ സങ്കടങ്ങളോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. നാൾക്ക് നാൾ ഒരുപാട് സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ ഇനിയും ഭദ്രമാക്കണമെങ്കിൽ ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടായാൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. പക്ഷെ അതൊന്നും മനസ്സിലാക്കാത്ത ഒരുപാട് പേർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളിൽ എന്തൊക്കെയുണ്ട് എന്ന് തക്കം പാത്ത് നടന്ന് നിങ്ങളുടെ ജീവിതത്തെ കുത്തി നോവിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേർ. ചിലപ്പോൾ അതിൽ മാതാപിതാക്കളും ഉൾപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളാകട്ടെ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഭവനമോ നല്ലൊരു വാഹനമോ ഒരു ഉപജീവന മാർഗമോ അങ്ങനെ തന്നെ ഒന്നും കാണില്ല. പക്ഷേ എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുകയും എപ്പോഴും നിങ്ങളുടെ നല്ല ദാനങ്ങളെ ഒക്കെ എടുത്തു പറയാതെ നിങ്ങളുടെ മോശം പ്രവൃത്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മോശം സംഭവിക്കണം എന്നൊക്കെ ഓർത്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ തികഞ്ഞും ജീവിതത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്, ഒരുപാട് വിഷമതയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കുറച്ച് പ്രയാസങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രയാസ പ്രതിസന്ധികളെയൊക്കെ എങ്ങനെ മാറ്റാം, ജീവിതത്തിൽ എപ്രകാരം ഒരു ഉയർച്ചയുണ്ടാക്കാം ചിന്തിക്കുമ്പോഴും ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്, ചില പ്രയാസങ്ങളുണ്ട്, ചില പ്രതിസന്ധികളുണ്ട്. അങ്ങനെ എന്തുമാകട്ടെ അതൊക്കെ മാറുവാനും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുവാനും ഒക്കെ ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കടന്നു വരുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും. എന്തെല്ലാം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടോ, എന്തെല്ലാം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടോ, അതിനെല്ലാം മാറ്റി ഈശ്വര അനുഗ്രഹത്താൽ ഒരു നല്ല അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. വരുന്ന ഒരു 30 ദിവസത്തിനകം, അതായത് ഒരു മാസത്തിനകം തന്നെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്നൊക്കെ മാറി ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കങ്ങളാകട്ടെ, മാനസികമായി നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാകട്ടെ, ഉപജീവനത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്ന ഭാരങ്ങളാകട്ടെ, അതെല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസം ഒരിക്കലും കൈവിടരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റാർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു ഭാഗ്യാനുഭവമാണ്. ഇനി രണ്ടാമത്തെ ചിത്രം, അതായത് മഞ്ഞ നിറത്തിലുള്ള റോസാപ്പൂ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സൗഭാഗ്യങ്ങളുള്ള, വളരെയധികം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തിയിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ പലപ്പോഴും ഈ അവസരങ്ങളും സൗഭാഗ്യങ്ങളും ഒന്നും നിങ്ങൾ ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് നൽകി എന്നതാണ്. എപ്പോഴും പഴിവാക്കുകൾ കേൾക്കുവാനായിട്ട് വിധിക്കപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ.
എത്രയൊക്കെ സമാധാനത്തോടും സന്തോഷത്തോടും എല്ലാവരെയും ചേർത്ത് നിർത്തുവാനായിട്ട് ശ്രമിച്ചാലും അവിടെയൊക്കെ അപമാനങ്ങൾ വാങ്ങേണ്ടി വരുന്ന ഒരു വ്യക്തി. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ദൈവമേ ഇത്തരത്തിലുള്ള ഒരു ജീവിതം കടന്നു വരുന്നത്, എന്തിനാണ് എനിക്കൊരല്പം സമാധാനം തരാത്തത് എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ച സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് ചിലപ്പോൾ ഒരു ഭാര്യ-ഭർതൃബന്ധമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ ഒരു സമീപനമൊക്കെ ആയിരിക്കാം. കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് തകർന്നു പോകുന്ന അവസ്ഥയിലൂടെയാണ് നിങ്ങളെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു അനുഗ്രഹം കടന്നു വരുന്ന ഒരു സമയമുണ്ടാകും. നിങ്ങളുടെ ലക്ഷ്യബോധത്തിൽ നിങ്ങൾക്ക് എത്തുവാനായിട്ട് സാധിക്കും. ഇപ്പോഴും വാടക വീട്ടിലാണ് കഴിയുന്നത്, സ്വന്തമായി ഒന്നും സൃഷ്ടിക്കുവാനായിട്ട് കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തികളാണ്. ഒരു സന്താന ഭാഗ്യത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട്. അപ്രകാരമുള്ള ഒരു അനുഗ്രഹമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ നിങ്ങളെ കളിയാക്കുന്നവരുടെ മുന്നിൽ, നിങ്ങളെ അപമാനിക്കുന്നവരുടെ മുന്നിലൊക്കെ ഇരട്ടി തലയെടുപ്പോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെന്നതിന് യാതൊരു സംശയവുമില്ല. എല്ലാത്തിനുമുപരി വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടു കൂടി ജീവിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പലതരത്തിൽ നിന്നും തകർത്തുവാനായിട്ട് ആളുകളുണ്ടാകും. ഏറ്റവും പ്രധാനം നിങ്ങളെ മനസ്സിലാക്കാത്ത മാതാപിതാക്കളോ സഹോദരങ്ങളോ ഒക്കെ തന്നെ ആയിരിക്കാം. ഒരു ഭവനം കൂട്ടിമുട്ടിക്കുവാനായിട്ട് വളരെയധികം ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ഇതൊക്കെ വേണ്ട എന്ന് വയ്ക്കുന്ന വ്യക്തികളാണ്. പക്ഷെ പലപ്പോഴും നിങ്ങളെ കളിയാക്കുകയും നിങ്ങളെ അപമാനിക്കുകയും നിങ്ങളെ പരിഹസിക്കുകയും ചെയ്യുവാനായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം ജീവിതത്തെ നയിക്കുക. ഓരോ ദിവസവും അനുഗ്രഹങ്ങളാണ് കടന്നു വരുന്നത്. ഓരോ ദിവസവും നല്ല നിമിഷങ്ങൾ കടന്നു വരാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസം നിങ്ങളിൽ വേണം. ചെയ്യുന്ന എല്ലാ പ്രവൃത്തിമേലും ഒരു അനുഗ്രഹം ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല. വരുന്ന ഏകദേശം ഒരു 9 മാസത്തിനകം തന്നെ നിങ്ങളുടെ കടഭാരങ്ങളൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതം എത്തിപ്പെടും. ഒരു ഭവനം പണിയണമെന്നോ അല്ലെങ്കിൽ ഒരു സന്താന ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നോ അങ്ങനെ തുടങ്ങി നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ എത്തിപ്പെടുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കണം, ആത്മധൈര്യം ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ ആ തകർച്ചയൊക്കെ മാറ്റിവെച്ച് ഒരു അനുഗ്രഹം നേടുവാനായിട്ട് കഴിയുക തന്നെ വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.